In this video, we are going to discuss the definite integral and its geometrical interpretation. First, we have the definition of a definite integral. Let f be a continuous function defined on an interval, closed interval ab. Suppose that ab is divided into n subintervals of equal length delta x equal to b minus a divided by n by means of n plus 1 equally spaced points a equal to x naught less than x1 less than x2 less than etc less than xn where xn equal to b. Let c1, c2 etc cn be arbitrary points in the respective subintervals with ck lying in the kth subinterval xk minus 1 xk. Then the definite integral of f on ab is denoted by integral a to b f of x dx, and it is given by limit n tends to infinity sigma k equal to 1 to n f of ck delta x. That is നമ്മൾ ഇതുവരെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ് പഠിച്ചത്. അതിന് നമ്മളൊരു റീമാൻ സം ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എസ് പി അല്ലെങ്കിൽ എസ് ഈക്വൽ ടു ലിമിറ്റ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 ടു എൻ എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് കെ. അവിടെ നമ്മൾ പാർട്ടീഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ ബി എന്ന ഇൻ്റർവെല്ലിനെ നമുക്ക് പാർട്ടീഷൻ, ഒരു പി എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സബ് ഇൻ്റർവെൽസ് ഉണ്ടാവും. കേത്ത് സബ് ഇൻ്റർവെല്ലിനെ എക്സ് കെ മൈനസ് 1 എക്സ് കെ എന്ന് ഡിനോട്ട് ചെയ്യും. അതിലെ ഒരു ആർബിട്രറി പോയിൻ്റാണ് സി കെ. സി കെക്ക് നമ്മൾ കണ്ടീഷൻ വെക്കാറുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ്, റൈറ്റ് ഹാൻഡ് പോയിൻ്റ്, മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെയാണ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സബ് ഇൻ്റർവെല്ലാണ്. ഡെൽറ്റ എക്സ് കെ എന്ന് പറഞ്ഞാൽ കേത്ത് സബ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത്. ഇവിടെ നമ്മൾ ഈക്വൽ ലെങ്ത് ആണ്. സോ ബി മൈനസ് എ ബൈ എൻ എന്നെടുത്തു. ദെൻ ഈ എസ് പി റീമാൻ സമ്മിന് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എസ് പി ആണ് നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റർവൽ കിട്ടുന്നത്. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k equal to 1 to n f of ck delta x, and it is denoted by interval a to b f of x dx. അപ്പോൾ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രബിൾ ആണ് എന്ന് നമുക്ക് പറയാം. എഫ് ഈസ് ആൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയാം. ആൻഡ് ദി പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് എ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈസ് കാൾഡ് ഇൻ്റഗ്രേഷൻ. ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ, ഇൻ്റഗ്രൽ കാണുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയും. ദി നമ്പേഴ്സ് എ ആൻഡ് ബി, എയും ബിയും അതിനെ വിളിക്കുന്നത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നാണ്. എനെ നമ്മൾ ലോവർ ലിമിറ്റ് എന്ന് പറയും, ആൻഡ് ബീനെ അപ്പർ ലിമിറ്റ് എന്നും വിളിക്കും. സോ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു ഇൻ്റഗ്രേഷൻ ചെയ്യാനൊരു പ്രോബ്ലം ഉണ്ട്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -1 to 3 4 minus x square dx വേർ സി കെ ഇവിടെ തന്നിട്ടുണ്ട്. റൈറ്റ് എൻഡ് പോയിൻ്റ് ആണ്, റൈറ്റ് എൻഡ് പോയിൻ്റ്. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട്, ഫോർമുലാസ് ഉപയോഗിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം. പക്ഷേ ഇവിടെ തന്നിട്ടുള്ളത് റീമാൻ സം ഉപയോഗിച്ച് നമ്മുടെ തന്നിട്ടുള്ള ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് കാണുന്നതിനാണ്. സോ അങ്ങനെ ഒന്ന് കണ്ടു നോക്കാം. സി കെ എന്ന് പറയുന്നത് റൈറ്റ് എൻഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ 4 minus x square ആണ്. എ ബി എന്ന് പറയുന്നത് -1 3 ആണ്. -1ഉം 3ഉം. ഡെൽറ്റ എക്സ് നമുക്കറിയാം ബി മൈനസ് എ ബൈ എൻ ആണ്. ദാറ്റ് ഈസ് 3 minus -1 divided by n. എൻ ജനറൽ ആണ്. ദാറ്റ് ഈസ് 4 by n. എൻ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ എൻ തന്നെ യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ എക്സ് നോട്ട് നമുക്കറിയാം എ ആണ്. ദാറ്റ് ഈസ് -1. x1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 plus 4 by n. x2 എന്ന് പറഞ്ഞാൽ x1 plus ഡെൽറ്റ എക്സ് ആണ്. ദാറ്റ് ഈസ് -1 plus 4 by n plus 4 by n. ദാറ്റ് ഈസ് -1 plus 2 into 4 by n. ഇനി x3 എന്ന് പറഞ്ഞാൽ ജനറലി നമുക്ക് എഴുതാം -1 plus 3 into 4 by n എക്സെട്ര. എക്സ് കെ ജനറലി നമുക്ക് എങ്ങനെ എഴുതാം -1 plus k into 4 by n എന്നെഴുതാം. നൗ സി കെ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും x0 x1 ആയിരിക്കും ഒരു ഇൻ്റർവെല്ല്, അടുത്തത് x1 x2 ആയിരിക്കും, x2 x3 ആയിരിക്കും എക്സെട്ര. സി കെ എന്ന് പറഞ്ഞാൽ എക്സ് കെ -1 എക്സ് കെ ആണ്. അപ്പോൾ സി കെ എന്ന് പറഞ്ഞാൽ സബ് ഇൻ്റർവെൽ. അപ്പോൾ സി കെ എന്ന് പറഞ്ഞാൽ
റൈറ്റ് എൻഡ് പോയിൻ്റ് ആണ് തന്നിട്ടുള്ളത്. റൈറ്റ് എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കെ. അപ്പോൾ എക്സ് കെ എന്താണ്? എക്സ് കെ എന്ന് പറഞ്ഞാൽ -1 പ്ലസ് കെ ഇൻറ്റു 4/n, 4k/n, -1 പ്ലസ് 4k/n. ഇതാണ് സി കെ. ഇൻ ജനറൽ C1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 4/n, C2 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 2 × 4 8/n, അങ്ങനെ പോകും. സി കെ എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 4k/n. സോ ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ -1 to 3 4 - x² dx ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k = 1 to n f of ck ഡെൽറ്റ എക്സ് ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k = 1 to n f ഓഫ് ck എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 4k/n, -1 പ്ലസ് 4k/n ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 4/n. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k = 1 to n f ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4 - x² ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ -1 പ്ലസ് 4k/n ആണ്. 4 മൈനസ് -1 പ്ലസ് 4k/n സ്ക്വയർ ഇൻറ്റു 4/n. സോ സ്ക്വയർ a - b ഹോൾ സ്ക്വയർ a + b ഹോൾ സ്ക്വയർ ഫോമിലാണ്. a - b ഹോൾ സ്ക്വയർ ഫോമിൽ തന്നെ. സോ അതിനെ എക്സ്പാൻഡ് ചെയ്യണം. ദെൻ സമ്മേഷൻ കാണണം, ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k = 1 to n 4 മൈനസ് 1 - 8k/n പ്ലസ് 16k² ഇൻറ്റു 4/n എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k = 1 to n we get 4 - 1 plus 8k/n minus 16k² into 4/n. That is limit n tends to infinity. ഈ 4/n സമ്മേഷൻ കെയിലാണ്. അപ്പോൾ 4/n ഔട്ട്സൈഡ് എടുക്കാം. സിഗ്മ k = 1 to n 4 - 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3 പ്ലസ് 8k/n മൈനസ് 16k²/n². ദെൻ സിഗ്മ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 4/n സിഗ്മ k = 1 to n 3 പ്ലസ് ഇവിടെ സിഗ്മ ഉള്ളത് കെയിലാണ്. സോ 8/n കോൺസ്റ്റൻ്റ് ആണ്. സിഗ്മ k = 1 to n 8/n കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് k മൈനസ് 16/n² കോൺസ്റ്റൻ്റ് ആണ്. സിഗ്മ k = 1 to n k². ഇത്രയും വരും. ദെൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k = 1 4/n ഇൻറ്റു സിഗ്മ k = 1 to n 3 ദാറ്റ് ഈസ് 3n പ്ലസ് 4/n ഇൻറ്റു 8/n ഇൻറ്റു ദിസ് ഈസ് n ഇൻറ്റു n പ്ലസ് 1/2 മൈനസ് 16/n² ഇൻറ്റു ഇവിടെ ഒരു 4/n ഇൻറ്റു 16/n². 4/n എല്ലാ അതുകൊണ്ടും മൾട്ടിപ്ലൈ ആണ്. k². സിഗ്മ k² എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 / 6. സോ ഈ എന്നും എന്നും ക്യാൻസൽ ചെയ്തു പോവും. ഇവിടെ നോക്കാം നമുക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് ഈസ് 12 പ്ലസ് ഹിയർ 32/n² ഇൻറ്റു ഇവിടെ നമുക്ക് ഓരോ ബ്രാക്കറ്റിൽ നിന്ന് n ഔട്ട്സൈഡ് എടുത്താൽ n² ഇൻറ്റു 1 പ്ലസ് 1/n /2 അല്ലേ, /2. അടുത്തത് ഇവിടെ 64/n³. 64/n³ ഇവിടെ ഒരു n ദാറ്റ് ഈസ് n³ ഇൻറ്റു 1 പ്ലസ് 1/n 2 പ്ലസ് 1/n /6. So n² cancelled, n³ and n³ cancelled. We get limit n tends to infinity 12 plus 32/2 16 into 1 plus 1/n minus 64/6. That is 64/6. That is 64/6. Then 1 plus 1/n
2 പ്ലസ് 1/n. ഇനി ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ 1/n 0 ആയി പോകും. ഇവിടെ 1/n ഉം അവിടുത്തെ 1/n ഉം 0 ആയി പോകും. സോ വി ഗെറ്റ് 12 പ്ലസ് 16 ഇൻറ്റു 1 പ്ലസ് 0 മൈനസ് 64/6 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 2 പ്ലസ് 0. സോ ദാറ്റ്സ് ഈക്വൽ ടു 12 പ്ലസ് 16 മൈനസ് 64/6 ഇൻറ്റു 2. That is 12 plus 16 minus 64/3. As we get 28 minus 64/3, that is 20/3. So that is the answer. ഇനി ഇതേ മെത്തേഡ് നമ്മൾ ഇതിനെ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ -1 to 3 4 minus x square dx ആയിരുന്നു. That is 4x minus x cube by 3 ആണ് വരിക. -1 to 3. That is 4 into 3 minus 3 cube by 3 minus 4 into -1 minus -1 cube by 3. That is 12 minus 9 അല്ലേ, minus 4 പ്ലസ് 1/3 എന്ന് വരും. ദാറ്റ് ഈസ് 3 മൈനസ് പ്ലസ് ആവും 4 മൈനസ് 1/3. ദാറ്റ് ഈസ് 7 മൈനസ് 1/3. ദാറ്റ് ഈസ് 21 മൈനസ് 1 ഡിവൈഡ് ബൈ 3. ദാറ്റ് ഈസ് 20/3. സോ സെയിം ആൻസർ ആണ് നമുക്ക് കിട്ടുക രണ്ട് മെത്തേഡിൽ ചെയ്യുമ്പോൾ. ആദ്യത്തെ മെത്തേഡ് ജോമെട്രിക്കലി റീമാൻ സം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് നമ്മൾ ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. നൗ നെക്സ്റ്റ് വി ഹാവ് അനദർ പ്രോബ്ലം ദാറ്റ് ഈസ് ഷോ ദാറ്റ് ഇന്റഗ്രൽ a to b x dx ഈക്വൽ ടു 1/2 b സ്ക്വയർ മൈനസ് a സ്ക്വയർ. ഡയറക്റ്റ് ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടാം x സ്ക്വയർ ബൈ 2 from a to b ആണ്. b square by 2 minus a square by 2, that is b square minus a square divided by 2. അപ്പോൾ ഇതും നമ്മളിവിടെ റീമാൻ സം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. റീമാൻ സം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വി ഹാവ് ഇവിടെ എയും ബിയും തന്നെയാണ് ഇൻട്രവെല്ല്, ജനറൽ ഇൻട്രവെല്ലാണ് തന്നിട്ടുള്ളത്. സോ വി ടേക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഇൻട്രവെല്ല് എ ബി ആണ്. ഡെൽറ്റ എക്സ് ബി മൈനസ് എ ഡിവൈഡ് ബൈ എൻ. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എ, എക്സ് വൺ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ദാറ്റ് ഈസ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് എ പ്ലസ് ബി മൈനസ് എ ബൈ എൻ. എക്സ് ടു എന്ന് പറഞ്ഞാൽ എ പ്ലസ് 2 ഇൻറ്റു ബി മൈനസ് എ ബൈ എൻ എക്സെട്ര. എക്സ് കെ എന്ന് പറഞ്ഞാൽ എ പ്ലസ് കെ ഇൻറ്റു ബി മൈനസ് എ ബൈ എൻ, ജനറൽ കേസ്. നോ സി കെ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് പോയിൻ്റ് തന്നെ എടുക്കാം നമുക്ക്. എക്സ് കെ മൈനസ് 1 എക്സ് കെയുടെ റൈറ്റ് ഹാൻഡ് പോയിൻ്റ് ദാറ്റ് ഈസ് എക്സ് കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് കെ ഇൻറ്റു ബി മൈനസ് എ ബൈ എൻ. ഏത് വേണമെങ്കിലും എടുക്കാം, ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് വേണം എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. So we get integral a to b x dx equal to limit, by definition limit n tends to infinity sigma k equal to 1 to n f of ck delta x. That's equal to limit n tends to infinity sigma k equal to 1 to n f of a plus k into b minus a by n into b minus a by n. That is limit n tends to infinity. ഈ b minus a by n കോൺസ്റ്റൻ്റ് ആണ്. സിഗ്മ k equal to 1 to n. f of x എന്ന് പറയുന്നത് എന്താ, x തന്നെയാണ്. അപ്പോൾ f of a plus k into b minus 1 എന്ന് പറഞ്ഞാൽ a plus k into b minus a by n അത് തന്നെ വരും. സോ limit n tends to infinity
ബി മൈനസ് എ ബൈ എൻ. സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. എ ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 to n 1 കോൺസ്റ്റൻ്റ് ആണ് എ. സിഗ്മ കെ ഈക്വൽ ടു 1 to n ബി മൈനസ് എ ബൈ എൻ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ബി മൈനസ് എ ബൈ എൻ ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 to n k. So limit n tends to infinity b minus a by n a into n plus b minus a by n into n plus 1 by 2. So limit n tends to infinity multiply that a into b minus a into n divided by n plus b minus a whole square divided by n square into ഇവിടുന്ന് n ഔട്ട് സൈഡ് എടുക്കുക. n സ്ക്വയർ ഇൻറ്റു 1 + 1 by n by 2. അപ്പോൾ ഈ എന്നും എന്നും ക്യാൻസൽ ചെയ്തു, n സ്ക്വയർ ക്യാൻസൽ ചെയ്തു. സോ വി ഗെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a ഇൻറ്റു ബി മൈനസ് എ പ്ലസ് ബി മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 + 1 by 1 + 0 അല്ലേ, ഒരു by 2 ഉണ്ടാവും. സോ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. ദാറ്റ് ഈസ് വി ഗെറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു എ ബി മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab പ്ലസ് എ സ്ക്വയർ ഇവിടെ 1 ഉള്ളൂ ബൈ 2. ദാറ്റ് ഈസ് എ ബി മൈനസ് എ സ്ക്വയർ plus b square by 2 minus 2ab by 2 plus a square by 2. So ഈ ab യും ക്യാൻസൽ ചെയ്തു പോവും. ദാറ്റ് ഈസ് മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ 2 പ്ലസ് എ സ്ക്വയർ ബൈ 2. ദാറ്റ്സ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2 മൈനസ് എ സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2. That is the answer. Then next we have another problem, that is evaluate integral a to b c dx equal to c into b minus a. നമുക്കറിയാം ഇതിൻ്റെ സി എക്സ് എന്ന് വരിക എ ടു ബി സി ഇൻറ്റു ബി മൈനസ് എ ആണ്. ഡയറക്റ്റ് കാൽക്കുലേഷൻ നമുക്ക് കിട്ടും. റീമാൻ സം ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് സി ആണ്, ഇൻ്റർവെൽ എ ബി ആണ്, ഡെൽറ്റ എക്സ് ബി മൈനസ് എ ബൈ എൻ ആണ്. ഇനി സി കെ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് പോയിൻ്റ് ആണ്. റൈറ്റ് ഹാൻഡ് പോയിൻ്റ്, അതായത് നേരത്തെ പോലെ തന്നെ എക്സ് നോട്ട് എ എന്ന് കിട്ടും. ദെൻ എക്സ് നോട്ട് പ്ലസ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് ബി മൈനസ് എ ബൈ എൻ അങ്ങനെ പോകും. Then integral a to b f of x, that is c dx equal to limit n tends to infinity sigma k equal to 1 to n f of ck delta x. Limit n tends to infinity sigma k equal to 1 to n f of ck. f of x c ആണ്. അപ്പോൾ എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞാൽ എന്താ, ഏത് എക്സിനും ഇത് സി ആണ്. എഫ് ഓഫ് സി കെ എടുത്താലും സി ആയിരിക്കും. സി ഇൻറ്റു ഡെൽറ്റ എക്സ് ബി മൈനസ് എ ബൈ എൻ. ദാറ്റ് ഈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ സി കോൺസ്റ്റൻ്റ് ആണ്, ബി മൈനസ് എ ബൈ എൻ കോൺസ്റ്റൻ്റ് ആണ്. സി ഇൻറ്റു ബി മൈനസ് എ ബൈ എൻ സിഗ്മ കെ ഈക്വൽ ടു 1 to n 1. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സി ഇൻറ്റു ബി മൈനസ് എ ബൈ എൻ ഇൻറ്റു എൻ. എന്നും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ എന്നിന് ലിമിറ്റ് കൊടുക്കാൻ എന്നില്ല. സോ വി ഗെറ്റ് സി ഇൻറ്റു ബി മൈനസ് എ. ദാറ്റ് ഈസ് ദി ആൻസർ. നൗ നെക്സ്റ്റ് വി ഹാവ് അനദർ പ്രോബ്ലം. ഡിവൈഡ് ദി ഇൻ്റർവൽ 2, 5 into n sub-intervals of equal length and let ck be the any point in xk minus 1 xk. Write limit n tends to infinity sigma k equal to 1 to n root of 1 plus ck square delta x as an integral. ഇതിനെ ഒരു ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് തന്നിട്ടുള്ള ഈ ഫംഗ്ഷനെ
നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ എ ബി എന്ന് പറയുന്നത് 2,5 ആണ്, 2,5 ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n f ഓഫ് സി കെ ഡെൽറ്റ എക്സ്. ഇതാണ് ഇൻ്റർവൽ a to b f ഓഫ് എക്സ് ഡി എക്സ്. ഇതുപോലെ ഒരു ഇൻ്റർവലായിട്ട് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കമ്പയർ ചെയ്യാം. എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഡെൽറ്റ എക്സിൻ്റെ കൂടെ വരുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് സി കെ സ്ക്വയർ. ഇതാണ് എഫ് ഓഫ് സി കെ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? സി കെനെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. 1 പ്ലസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അതവിടെ ഉണ്ട്, ഡെൽറ്റ എക്സ്. സോ നമുക്ക് ഇത്രയും എയും ബിയും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n റൂട്ട് ഓഫ് 1 പ്ലസ് സി കെ സ്ക്വയർ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഇൻ്റർവൽ a to b എന്ന് പറഞ്ഞാൽ 2 to 5 അല്ലേ. 2 to 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ദറ്റ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ദിസ് ഈസ് ദി ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ഫംഗ്ഷൻ നോക്കാം. എക്സ്പ്രസ് ദ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n സി കെ സ്ക്വയർ മൈനസ് 3ck ഡെൽറ്റ എക്സ് ആസ് ആൻ ഇൻ്റഗ്രൽ ഇൻ -7 5. ഒരു ഇൻ്റഗ്രലായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് ഓഫ് സി കെൻ്റെ പ്ലേസിലുള്ളത്. എഫ് ഓഫ് സി കെ എന്ന് പറഞ്ഞാൽ സി കെ സ്ക്വയർ മൈനസ് 3ck എന്ന് കിട്ടും. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി കെക്ക് വേറെ എക്സ് കൊടുക്കുക, എക്സ് സ്ക്വയർ മൈനസ് 3x. എ ബി ഇതാണ് -7 to 5. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ k ഈക്വൽ ടു 1 to n സി കെ സ്ക്വയർ മൈനസ് 3ck ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b -7 to 5 എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 3x dx. So that is the integral form. Now we consider the geometrical interpretation of a definite integral. Actually definite integral a to b f of x dx എന്ന് പറഞ്ഞാൽ geometrically എന്താണ്? where f is a continuous function. f ഒരു continuous non-negative function ആണ്. f greater than or equal 0 continuous function ആണ് on closed interval a b. Then the definite integral a to b f of x dx gives. It is the നമ്മളൊരു കർവ് വരച്ചു കഴിഞ്ഞാൽ we consider ഈ കർവ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെയുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ കർവിന് താഴെയുള്ള ഒരു റീജിയൻ ഉണ്ടാവുമല്ലോ ബിറ്റ്വീൻ എക്സ് ആക്സിസ്. അതായത് ഈ കർവിന് താഴെ എക്സ് ആക്സിന് മുകളിലുമായിട്ട് ഉള്ള ആ ഒരു റീജിയൻ, അതിൻ്റെ ഏരിയനെയാണ് നമ്മൾ ജോമെട്രിക്കലി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദ റീജിയൻ അണ്ടർ ദി ഗ്രാഫ് ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. എ മുതൽ ബി വരെയുള്ള ആ ഗ്രാഫിന് ഫോം ചെയ്യുന്ന ആ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ആ റീജിയൻ്റെ ഏരിയ. So this is the picturization. If f of x greater than or equal to 0 on closed interval a b, then integral a to b f of x dx gives the area of the region under the graph of f on ab. ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് ജോമെട്രിക്കലി പറയുന്നത്. നൗ next we have a question, that is evaluate the definite integral by interpreting it geometrically. ഇപ്പോൾ രണ്ട് ഇൻ്റഗ്രേഷൻ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇൻ്റഗ്രേഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ റീമാൻ സം ഉപയോഗിച്ച് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ ജോമെട്രിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. So first one integral 0 to 2 4 minus 2x dx. അപ്പോൾ ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്. സോ ഇവിടെ ഇൻ്റഗ്രൽ 0 to 2 4 minus 2x dx എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദ റീജിയൻ അണ്ടർ ദ ഗ്രാഫ് ഓഫ്
എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 4 - 2x ഓൺ എവിടെ ക്ലോസ് ഇൻ്റർവൽ 0 2 ആണ്. അപ്പോൾ നമ്മളിതിന് y = അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് = 4 - 2x എന്ന് എഴുതി. അപ്പോൾ ഇതിനെ നമുക്ക് -2x + 4 എന്ന് എഴുതാം. അതായത് y = ഒരു mx + c ഫോമിലാണ് അല്ലേ. m = -2 c = 4. അപ്പോൾ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈനാണ്. അപ്പോൾ നമുക്ക് ആ സ്ട്രൈറ്റ് ലൈൻ ഒന്ന് വരച്ച് നോക്കാം. y = അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് = 4 - 2x. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y = 4 എന്ന് കിട്ടും. അപ്പോൾ 0 4 ആണ് ഒരു പോയിൻ്റ്. ഇനി വൈക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 - 2x = 0. ദാറ്റ് ഈസ് 2x = 4 x = 2. അതായത് 2 0 ആണ് ഒരു പോയിൻ്റ്. അപ്പോൾ 0 4ലൂടെയും 2 0ലൂടെയും പാസ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ നമുക്ക് ആ സ്ട്രൈറ്റ് ലൈൻ ഒന്ന് വരച്ചു നോക്കാം. We have the y-axis and x-axis. So 1 2 3 4 etc. അതുപോലെ തന്നെ y-axisൽ 1 2 3 4 5 etc. Then 0 4 ആണ് ഒരു പോയിൻ്റ്, 2 0 അടുത്ത പോയിൻ്റ്. അപ്പോൾ 2 0 എന്ന് പറഞ്ഞാൽ ഇത് വരും, 0 4 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റും വരും. അപ്പോൾ ഈ രണ്ട് പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈനാണ് നമ്മുടെ y = 4 - 2x എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ അതിന് താഴെയുള്ള 0 ഉണ്ട് ഇവിടെ. 0 മുതൽ 2 വരെയുള്ള ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 0 മുതൽ 2 വരെ ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ പോർഷൻ്റെ ഏരിയ എന്ന് പറയും അല്ലേ. ജോമെട്രിക്കലി ഷെയ്ഡഡ് പോർഷനാണ് നമ്മുടെ ഇൻ്റഗ്രൽ a to b അല്ലെങ്കിൽ 0 to 2 4 - 2x dx എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ. ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം ഹാഫ് BH ആണ്. ഹാഫ് BH. അപ്പോൾ ഹാഫ് ഇൻറ്റു ഈ ബേസ് ഇത് 2 ആണ് ലെങ്ത് അല്ലേ. ഇറ്റ് ഈസ് ക്ലിയർലി 2. ദെൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 0 മുതൽ 4 വരെയാണ്. അപ്പോൾ 4 ആണ് ഹൈറ്റ്. സോ വി ഗെറ്റ് 4. സോ ഇൻ്റഗ്രൽ 0 to 2 4 - 2x dx = 4 എന്ന് കിട്ടും. ദെൻ ഇനി ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് 4x - 2x² 0 to 2 ആണ്. ദാറ്റ് ഈസ് 4x - x², 0 to 2 എന്ത് കിട്ടും? 4x - x², 0 to 2 കണ്ടു കഴിഞ്ഞാൽ 8 - 4 - 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സെയിം ആൻസർ ആണ് കിട്ടുക ജോമെട്രിക്കലി ചെയ്താലും. സോ ദാറ്റ് ഈസ് ദി ജോമെട്രിക്കൽ മീനിങ്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇൻ്റഗ്രൽ 0 to 4 16 - √16 - x² dx. അപ്പോൾ നമ്മൾ ആദ്യം അത് ആ പോർഷൻ ആ കർവ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 4 √16 - x² dx മീൻസ് ഇറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദി റീജിയൻ അണ്ടർ ദി ഗ്രാഫ് ഓഫ് y = അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് = √16 - x² ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 4. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 4ൽ ഈ കർവിൻ്റെ √16 - x² എന്ന് പറയുന്ന കർവിൻ്റെ താഴെയുള്ള ഏരിയയാണ് നമുക്ക് വേണ്ട ഇൻ്റഗ്രലിൻ്റെ ആൻസർ. സോ y = 16 - x² ആണ്. y² എന്ന് പറഞ്ഞാൽ √16 - x² ആണ്. സോ y² = 16 - x². അപ്പോൾ x² + y² = 16 എന്ന് കിട്ടും. ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് അല്ലേ. x² + y² = 16 അല്ലെങ്കിൽ 4². സർക്കിളിൻ്റെ ഇക്വേഷനാണ് വിത്ത് സെൻറ്റർ 0 0. സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ x - a² + y - b² = r².
സെൻറ്റർ എ ബിയും റേഡിയസ് ആറും. അപ്പോൾ ഇവിടെ സെൻറ്റർ x-0 y-0 ആണ്. സെൻറ്റർ 0 0യും റേഡിയസ് 4ഉം ആയിട്ടുള്ള സർക്കിളിൻ്റെ ഇക്വേഷനാണ് ഇത്. അപ്പോൾ നമുക്ക് ആ സർക്കിള് ഒന്ന് വരച്ചു നോക്കാം. 0 മുതൽ 4 വരെയാണ് സർക്കിൾ ഉള്ളത്. സോ we have the axes. Okay, x and y axes. This is x and this is y, and we have the circle that is center 0 0യും റേഡിയസ് 4ഉം ആയിട്ടുള്ള സർക്കിളാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് 4. ദിസ് ഈസ് 4. അപ്പോൾ ഇത് -4 ആയിരിക്കും. ദെൻ ദിസ് ഈസ് 4, ദാറ്റ് ഈസ് 4 0 ആണ് വരിക. -4 0. ദിസ് ഈസ് 0 4 ഈ പോയിൻ്റ്. ദിസ് ഈസ് 0 -4. ദെൻ ഇതിൽ 0 മുതൽ, അതായത് ഇവിടെ 0 മുതൽ 4 വരെയുള്ള ഇത്രയും ഭാഗത്തെ ഏരിയ മതി. അതായത് ഇത്രയും പോർഷൻ്റെ ഏരിയ 0 മുതൽ 4 വരെ മതി. ഇതാണ് നമുക്ക് വേണ്ട ഏരിയ. സോ ഇൻ്റഗ്രൽ 0 to 4 √16 - x² dx എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ. ഇപ്പോൾ സർക്കിളിൻ്റെ ഏരിയ മൊത്തമല്ല, ആ സർക്കിളിൻ്റെ 4/1 അല്ലേ, ഏരിയയുടെ ടോട്ടൽ സർക്കിളിൻ്റെ 4/1 ഭാഗത്തിൻ്റെ ഏരിയ ഉള്ളൂ. ദാറ്റ് ഈസ്, അങ്ങനെ എഴുതാം നമുക്ക്, 1/4 × 4/1 ഏരിയ ഓഫ് ദി സർക്കിൾ. ഇപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം, ദാറ്റ് ഈസ് πr². 1/4 × π × 4². ദാറ്റ് ഈസ് 4 and 4 get cancelled. We get it is 4π. 4π ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ ദാറ്റ് ഈസ് ദി ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇനി ഇവിടെ നമ്മൾ എക്സ് ആക്സിന് മുകളിലുള്ളതാണ് കംപ്ലീറ്റ് ഏരിയ പറഞ്ഞത്. സോ സംടൈംസ് അത് എക്സ് ആക്സിന് താഴെ, അതായത് കുറച്ച് പോർഷൻസ്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരാം. നമ്മളൊരു കർവ് വരച്ചു കഴിഞ്ഞാൽ കുറച്ച് പോർഷൻസ് എക്സ് ആക്സിന് മുകളിൽ വരാം. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു എ മുതൽ ബി വരെയുള്ള ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ വരും, ഈ പോർഷൻ വരും, ഈ റീജിയൻ, അതായത് 4 റീജിയൻ ഉണ്ടെങ്കിൽ S1 S2 S3 S4. അപ്പോൾ ഏരിയ ഓഫ് ഇൻ്റഗ്രൽ A to B ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ കർവെങ്കിൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് S1 പ്ലസ് ഏരിയ ഓഫ് S2 പ്ലസ് ഏരിയ ഓഫ് S3 പ്ലസ് ഏരിയ ഓഫ് S4, 4 ഏരിയയും ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ എക്സ് ആക്സിന് താഴെ വരുന്ന ഏരിയയ്ക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ, ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സപ്പോസ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് അസ്യൂംസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. അതായത് എക്സ് ആക്സിന് താഴെ വരിക എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂ വരികയാണ് ഫംഗ്ഷന്, അല്ലേ, താഴെ വൈ ആക്സിസ് ഇങ്ങോട്ടാണ് നെഗറ്റീവ് വാല്യൂസ് വരുന്നത്, താഴേക്ക്, എക്സ് ആക്സിൻ്റെ താഴേക്ക്. അപ്പോൾ ഒരു ഫംഗ്ഷന് പോസിറ്റീവ് വാല്യൂ എ മുതൽ ബി വരെയുള്ള ഇൻ്റർവെല്ലിൽ പോസിറ്റീവും നെഗറ്റീവും 2 വാല്യൂസും അസ്യൂം ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഇവിടെ ഇതുവരെയൊക്കെ നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവ് വാല്യൂ മാത്രമായിരുന്നു. ഇപ്പോൾ സർക്കിളിൻ്റെ കേസായാലും അതുപോലെ എക്സ് ആക്സിന് മുകളിൽ മാത്രമായിരുന്നു, അതുപോലെ ട്രയാങ്കിളിൻ്റെ കേസായാലും അങ്ങനെ തന്നെ ആയിരുന്നു, എക്സ് ആക്സിന് മുകളിൽ മാത്രം. അപ്പോൾ എക്സ് ആക്സിന് താഴെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റീമാൻ സമ്മ് നമ്മൾ ഇൻ്റഗ്രൽ സിഗ്മ k = 1 to n എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന റീമാൻ സമ്മ്, അതിന് ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ റീമാൻ സമ്മ് എഫിന് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഉണ്ടാകുമ്പോൾ ഈ റീമാൻ സമ്മിന് എന്തുണ്ടാവും, പോസിറ്റീവ് ടേമും നെഗറ്റീവ് ടേമും ഉണ്ടാവും. അപ്പോൾ ദി പോസിറ്റീവ് ടേം കറസ്പോണ്ട്സ് ടു ദി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾസ് ദാറ്റ് ലൈ എബോവ് ദ എക്സ് ആക്സിസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റീമാൻ സം പറയുമ്പോൾ റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ റീമാൻ സം കാണുന്നത്.
അപ്പോൾ ഈ പോസിറ്റീവ് വാല്യൂസ് എഫിന് പോസിറ്റീവും നെഗറ്റീവും വാല്യൂ ഉണ്ടെങ്കിൽ ഈ റീമാൻ സമ്മിനും പോസിറ്റീവും നെഗറ്റീവും വാല്യൂസ് ഉണ്ടാവും. അതിൽ റീമാൻ സമ്മിൻ്റെ പോസിറ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് മുകളിലുള്ള റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയകളുടെ സമ്മാണ്. ഇനി നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് താഴെയുള്ള റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയകളുടെ സമ്മാണ്. അപ്പോൾ ടോട്ടലി വരുമ്പോൾ ദാറ്റ് ഈസ് ഇൻ്റർവൽ എ ടു ബി. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ S1 അതുപോലെ S3യും ആ രണ്ട് റീജിയനും എബോവ് എ ബി ആണ്. എ ബിക്ക് മുകളിലാണ്, എക്സ് ആക്സിന് മുകളിലാണ്, S2 താഴെയാണ്. സോ ഇൻ്റർവൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് S1, അതായത് മുകളിലുള്ളതൊക്കെ ആഡ് ചെയ്യുക, അതൊക്കെ പോസിറ്റീവ് ടേംസ് ആയിരിക്കും. ഏരിയ ഓഫ് S1 അത് പോസിറ്റീവാണ്. ദെൻ ഏരിയ ഓഫ് S3 അത് രണ്ടും പോസിറ്റീവ്, മൈനസ് ഏരിയ ഓഫ് S2 ദാറ്റ് ഈസ് ഏരിയ ഓഫ് S1 പ്ലസ് മുകളിലുള്ളത് പിന്നെ ഏരിയ ഓഫ് S3. മുകളിലുള്ളതൊക്കെ ആഡ് ചെയ്യുക, അതായത് പോസിറ്റീവ് ടേംസ് ഒക്കെ ആഡ് ചെയ്യുക, താഴെ വരുന്നതൊക്കെ മൈനസ് ചെയ്യുക. ഇവിടെ താഴെ ഒരു റീജിയനാണ് വരുന്നത് S2. സോ ദാറ്റ് ഈസ് ദി ഈ കേസിൽ, അതായത് എഫിന് പോസിറ്റീവും നെഗറ്റീവും വാല്യൂ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ജോമെട്രിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. താങ്ക് യു.